ശരിക്കും ഒരു പാലക്കാട് ഫീൽ തോന്നുന്നുണ്ട്. അഗ്രഹാര തെരുവും അങ്ങനെയൊക്കെ ആയിട്ടേ നല്ലൊരു ഫീലുണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാൻ. അമ്പലക്കുളത്തിൽ ക്രിക്കറ്റ് കളി വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇവിടെ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഇതും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോഴേ ഇവിടെ നിന്ന് ആറൽവായ്മൊഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് 15 കിലോമീറ്ററാണ് ആറൽവായ്മൊഴിയിലേക്കുള്ള ദൂരം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. രജനീകാന്തിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ വേട്ടയൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം ആറൽവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. ആ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് അവിടെ അടുത്തായിട്ടൊരു വലിയ മലയുണ്ട്. അതിന് മുകളിലായിട്ടൊരു മുരുകൻ്റെ അമ്പലമെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ കണ്ടായിരുന്നു. അത് വിശദമായിട്ടൊന്നും നല്ലപോലെ കാണാൻ പറ്റിയില്ല. അപ്പോഴതൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമുക്ക് ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് വടശ്ശേരി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്. നാഗർകോവിലിലെ പ്രധാനപ്പെട്ടൊരു ബസ് സ്റ്റാൻഡാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ്. അപ്പോൾ വടശ്ശേരി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. അപ്പോൾ ഞാൻ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ആറൽവായ്മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമുക്ക് വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാം. ഞാനിങ്ങോട്ട് വന്ന ഡീറ്റെയിൽസൊക്കെ പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുന്നേ ഉള്ളൂ. കാര്യം നാഗർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം എത്തിപ്പെടാൻ വലിയ പാടുള്ള സ്ഥലമൊന്നുമല്ല. ഇഷ്ടംപോലെ ട്രെയിനും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് നാഗർകോവിൽ. എന്നാലും ഞാനൊന്ന് പറയുവാണ്, ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30 ബാംഗ്ലൂരിൽ നിന്ന് ഓടി വരുന്നൊരു വണ്ടിയുണ്ട്, ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത്. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിന്, നാഗർകോവിൽ ജംഗ്ഷൻ വരെ വരുന്നതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് ചാർജ് 65 രൂപയാണ്. അപ്പോൾ ആ ട്രെയിനിൽ വന്നിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ കൂടെയുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വടശ്ശേരിക്കുള്ള ബസ് പിടിക്കാം. ഇത് കന്യാകുമാരിക്ക് പോകുന്ന ബസ്സാണ് ഈ ബസ്. എന്തായാലും നമ്മൾ ഈ റോഡ് നടന്ന് നേരെ അങ്ങോട്ട് ചെല്ലുന്നത് വേറൊരു റോഡിലേക്കാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വടശ്ശേരിക്കുള്ള ബസ് കിട്ടും. വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം വേറെ കൊച്ചു അമ്പലങ്ങളെല്ലാം ഉണ്ട്. ഇതോ കണ്ടില്ലേ, അവിടേക്കായിട്ട് ചെറിയൊരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതാ ഇവിടെ ആയിട്ടും ഒരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ള ചുമപ്പും വെള്ളയും കളറുള്ള ആ ഒരു പെയിൻറ്റിംഗ് എല്ലാമാണ് കാണുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു കച്ചവടം, മുറുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കച്ചവടം. അത് കൊള്ളാം. മുറുക്കുമുണ്ട്, പിന്നെ അൽബൂരിയുണ്ട്, അങ്ങനത്തെ പല ചെറിയ സ്നാക്സുകളെല്ലാം ഉണ്ട്. അച്ചുമുറുക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു മുറുക്ക് എടുത്തോ. മുറുക്ക് എவ்வளோ? 6 രൂപ. 6 രൂപയുള്ളൊരു മുറുക്കിൻ്റെ വില. അപ്പോഴെന്തായാലും ഒരു മുറുക്ക് വാങ്ങാം. ഓക്കെ, അങ്ങനെ ഞാൻ 6 രൂപയ്ക്ക് ഒരു മുറുക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും പുള്ളി കാല് വയ്യാത്ത ഒരാളാണ്, കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ട്രെയിനിലൊക്കെ ചില ഭിക്ഷ എടുക്കുന്നവർ വരും. അവർക്ക് നല്ല ആരോഗ്യമായിരിക്കും. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ 5 പൈസ കൊടുക്കാൻ തോന്നില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷെല്ലാം കൊടുത്തിട്ട് ആ ഇരിക്കുന്ന മുറുക്കെല്ലാം മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു മുറുക്ക് മേടിച്ച് സഹായിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ ആ റോഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെ നിൽക്കുമ്പോൾ വടശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരും. ഇവിടെ ഒരു ബൊലേറോ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണ്. അത് കൊള്ളാം അല്ലേ, വലിയ വണ്ടി. ബസ് സ്റ്റോപ്പിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നതൊക്കെ. ഇതാ ഒരു ബസ് വളഞ്ഞു വരുന്നുണ്ട്. ഇത് വടശ്ശേരിക്ക് പോകുന്ന ബസ്സാണോ എന്ന് നോക്കാം. നാഗർകോവിലിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, വടശ്ശേരി. അപ്പോൾ ഇത് അണ്ണാ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ്, വടശ്ശേരിക്ക് പോകുന്ന ബസ്സല്ല. അപ്പോൾ വരുന്നവർ ചോദിച്ചിട്ട് ബസ്സിലേക്ക് കയറണം, വടശ്ശേരിയാണോ അണ്ണാ ബസ് സ്റ്റാൻഡാണോ എന്നേ. ഞാൻ എന്താ ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, ഒരു കടയുടെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സീറ്റ് കണ്ടില്ലേ? ഇത് ഏതോ ഒരു സ്കൂൾ ബസ്സിനകത്തൊക്കെ ഉള്ള ടൈപ്പ് സീറ്റ് പോലെയാണ് തോന്നുന്നത്. എന്നാലും കൊള്ളാം അല്ലേ. ആ കടയിലായിട്ട് നോക്കേ, നല്ല പഴുത്ത ചിങ്ങമ്പഴമെല്ലാം നിൽപ്പുണ്ട്. പഴുത്ത ചിങ്ങമ്പഴവും പഴുത്ത ഏത്തക്കയും എല്ലാം ഉണ്ട്. എല്ലാ പഴങ്ങളും നല്ല പഴുത്ത് നിൽക്കുവാണ്. ഉറക്കമെല്ലാം എഴുന്നേറ്റു, എന്നാലും ആ ഒരു ഉറക്കത്തിൻ്റെ മൈൻഡിൽ നിൽക്കുവാണ്. സുഖ ജീവിതം അല്ലേ.
യെസ്, അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം വടശ്ശേരി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടൊരു ബസ് വരുന്നുണ്ട്. ഈ ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വടശ്ശേരി ബസ് സ്റ്റാൻഡ് വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം യാത്രയുണ്ട് ഇങ്ങോട്ട് വരുന്നതിന്. 3.something കിലോമീറ്ററാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. ഞാൻ കൊല്ലത്തുനിന്ന് 10:30 കയറിയ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിൽ സാധാരണഗതിയിൽ എത്തേണ്ടത് ഉച്ചയ്ക്ക് 1:50-നാണ്. പക്ഷേ ഇന്നെത്തിയത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. 2:50-നാണ് ട്രെയിൻ എത്തിയത്. അത് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല, അതൊന്ന് പറഞ്ഞതാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം സമയം 3:45 കണ്ടില്ലേ, 3:45. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇതെവിടെയായിട്ടൊരു KSRTC ബസ് കിടപ്പുണ്ട്. ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. തിരുവനന്തപുരം അതിർത്തി ജില്ലയാണല്ലോ, കന്യാകുമാരി ജില്ലയുടെ അതിർത്തി ജില്ലയാണ് തിരുവനന്തപുരം, കേരള അതിർത്തി ജില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ വേറൊരു KSRTC ബസ്സും കിടപ്പുണ്ട്. ഇതും ട്രിവാൻഡ്രം പോകുന്നതാണ്. ഈ ബസ് സ്റ്റാൻഡിനകത്തായിട്ട് തന്നെ ഒരു ആര്യാസ് ഹോട്ടലുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നിന്ന് വെജിറ്റബിൾ ബിരിയാണി വാങ്ങി കഴിച്ചായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് ആര്യാസ് ഹോട്ടൽ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. അങ്ങനെ ഞാൻ ഒരു സെറ്റ് ചപ്പാത്തി കഴിച്ചു, 60 രൂപ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോഴും നമുക്ക് തിരുനെൽവേലി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ RL വൈമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോഴെന്തായാലും നമുക്ക് തിരുനെൽവേലി ബസ്സൊക്കെ ഇതായി നിർത്തിയിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ചോദിച്ചിട്ട് കയറുക. RL വൈമൊഴി പോകുന്ന ബസ്സാണോ എന്ന് ചോദിച്ചിട്ട് കയറുക. യെസ്, അങ്ങനെ ഈ ബസ് RL വൈമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന അതുവഴിയാണ് തിരുനെൽവേലിയിലേക്ക് പോകുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. യെസ്, അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. റിവേഴ്സ് എടുക്കുവാണ്. അങ്ങനെ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 15 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണ് RL വൈമൊഴി. അത്യാവശ്യം ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഇതിനടുത്തായിട്ട് മീനാക്ഷി അമ്മൻ കോവിലുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. ഇതിവിടെ നോക്കുമ്പോൾ ദൂരെയായിട്ട് ആ കാണുന്ന വലിയ മലയുടെ മുകളിലായിട്ടൊരു മുരുകൻ്റെ അമ്പലമെല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ഞാൻ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് മീനാക്ഷി അമ്മൻ കോവിലിലേക്ക് പോകാം. ഇവിടെയായിട്ട് നോക്കി ഈ ബസ് സ്റ്റോപ്പ് ചെറിയൊരു പാറക്കല്ലെല്ലാം വെച്ചിട്ട് അവിടെ സ്റ്റുഡൻസ് എല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും മധുര മീനാക്ഷി അമ്മനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ RL വൈമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീനാക്ഷി അമ്മൻ കോവിലുള്ള കാര്യം അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയാൻ സാധ്യതയില്ല. എന്തായാലും എനിക്കറിഞ്ഞൂടായിരുന്നു. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉള്ള കാര്യം ഞാനും അറിഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകാം. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. തമിഴ്നാടിൻ്റേതായ ശരിക്കും വൈബുള്ളൊരു സ്ഥലമാണ് ഈ RL വൈമൊഴി എന്ന് പറഞ്ഞ സ്ഥലം. എന്നാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം വരെയും വേണ്ട. ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് 84 കിലോമീറ്ററാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകാം. ഇതാ ഒരു അംബാസഡർ കാർ. ഇവിടെയായിട്ട് ചെറിയൊരു ചന്ത എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സാധനങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലം. വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്, കണ്ടില്ലേ. നല്ല കനവുള്ള മുരിങ്ങിക്ക, പച്ചക്കയും പാവയ്ക്കയും എല്ലാം തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനത്തെ പച്ചക്കറി കച്ചവടങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ല, എന്തോ ഒരു ഫീലുണ്ട്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ, നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ മുറുക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. മുറുക്ക്, കപ്പലണ്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ്. ഇത് ഒരു കെട്ടിക്ക് എവിടെ അമ്മ? ഇത് 60 രൂപയാണ് അതിൻ്റെ വില. ഇവിടെയും പച്ചമുളകും ഇഞ്ചിയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. ഇതിനകത്തേക്കാണ്
അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ആ കണ്ട ആർച്ച് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട്, ഒരു വ്യൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാക്കിലേക്ക് നടന്നു. ഇപ്പോഴും ആർച്ച് നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാണുന്ന ആർച്ചിന് ബാക്കിലായിട്ട് വലിയൊരു മലനിരയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പൊടിത്തുമില്ലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല പഴയ കെട്ടിടങ്ങളൊക്കെ ആയിട്ടേ അതെല്ലാം കണ്ടുകൊണ്ട് ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാൻ ഒരു രസമുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. അതിലെല്ലാം ചെറിയ ബേക്കറിയൊക്കെ ആയിട്ട് കടയുടെ ഫ്രണ്ടിലായിട്ട് വെള്ളമെല്ലാം തളിച്ചിരിക്കുവാണ്, പൊടിയൊന്നും പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു ബേക്കറി കൊള്ളാം. എന്തായാലും നമുക്ക് ഈ ഒരു ആർച്ചിനകത്തേക്ക് നടക്കാം. ഞാനങ്ങനെ ഈ ആർച്ച് നോക്കി നിന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ പഴയ വണ്ടി കാണിച്ചു തരാം. മുൻപൊക്കെ ഇത് ഡ്രൈവിംഗ് സ്കൂളിലെല്ലാം ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ ഈ വണ്ടി കാണാൻ. ഒരു പ്രത്യേക ഫീലുണ്ട്. ജീസസ് എന്നാണ് വണ്ടിയുടെ പേര്. എന്തായാലും ആ വണ്ടി കൊള്ളാം. അങ്ങനെ വണ്ടിയെല്ലാം കണ്ടിട്ട് തിരിച്ചു നടന്നപ്പോൾ ഇവിടെയായിട്ടൊരു കാമ്പൗണ്ടിൽ നോക്കെ ഒരു ചതുരക്കിണർ. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഞാൻ പറയാതെ തന്നെ കാണുമ്പോഴറിയാമല്ലോ. ഞാൻ ആർച്ചിനകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ ഫ്രണ്ടിലൊരു സ്കൂൾ ബസ് വന്നു, LHL സ്കൂൾ CBSE. അങ്ങനെ ആർച്ചിന് പുറത്തായിട്ട് നോക്കെ ഒരു ചായക്കട. അവിടെ കുറച്ച് ആൾക്കാർ ചായ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ആ ചായക്കടയുടെ പേര് കൊള്ളാം, മൂർത്തി ടീ സ്റ്റാൾ. പറയാൻ ഒരു രസമുണ്ട്, മൂർത്തി ടീ സ്റ്റാൾ. അങ്ങനെ എന്തായാലും നമുക്ക് ഈ കാണുന്ന ആർച്ചിനകത്തേക്ക് നടക്കാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ എല്ലാമായിട്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട പലതരം കച്ചവടങ്ങളുണ്ട്. ദീപാവലിക്ക് വിളക്കെല്ലാം വെക്കുന്ന ടൈപ്പ്, ആ ഒരു വിളക്കെല്ലാം വെക്കുന്ന ടൈപ്പല്ല, വിളക്ക്. എന്തായാലും നമ്മളിങ്ങനെ നടന്ന് നേരെ പോകുന്ന വഴിക്കും ഇവിടെയും ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, അതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ നടക്കാൻ ഒരു രസമുണ്ട്. ദൂരെയായിട്ട് ഫ്രണ്ടിൽ മതിൽ പോലെ വലിയൊരു മല നിൽപ്പുണ്ട്. ഇതാ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെയായിട്ട് നോക്കേ ചെറിയൊരു മുറുക്ക് കട, സ്നാക്സ് കട. മുറുക്ക്, കാരസേവ, അങ്ങനത്തെ പലതരം ഐറ്റംസ് ഉണ്ട്. മിച്ചർ നോക്കേ. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് കാണുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ കോല വിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ വീട്ടിൻ്റെ തിണ്ണയിൽ നോക്കി അമ്മമാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനത്തെ കാഴ്ചകളെല്ലാം കൊള്ളാം. ഇതാ കണ്ടില്ലേ, ഈ വീട്ടിലെ തിണ്ണയിലും ഒരു ആളിരിപ്പുണ്ട്. എന്തായാലും അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ കൊള്ളാം. എന്തായാലും ഈ ഒരു വഴിയെല്ലാം കാണാൻ നല്ലൊരു ഫീലുണ്ട്. നോക്കി നല്ല വൃത്തിയുണ്ട്. ഇവിടെ താമസിക്കുന്നവരെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ്. ആ വഴിയെല്ലാം കാണാനേ കൊള്ളാം. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നടന്ന് എത്തുന്നതിൻ്റെ ഏറ്റവും അവസാനം വലിയൊരു അമ്പലം കാണുമെന്നാണ് തോന്നുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ള മീനാക്ഷി അമ്മൻ കോവിൽ. എന്തായാലും നമുക്ക് നേരെ തന്നെ വെച്ച് നടക്കാം. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ആയിട്ട് ചുമന്ന പട്ടെല്ലാം കെട്ടിയിട്ട് പോകുന്ന വഴിക്കെല്ലാം ഇതേപോലത്തെ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. സ്കൂൾ സോൺ. ഒരു ആലിൻ്റെ ചുവട്ടിൽ ഒരു കല്ല് കഴുകിക്കൊണ്ട് നിൽക്കുവാണ്. വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടിവെള്ളം, വാട്ടർ ടാങ്കിൽ കുടിവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഇതെവിടെയായിട്ട് ഈ കാണുന്നത് ഒരു സ്കൂളിൻ്റെ ആർച്ചാണ്. നല്ല ശാന്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്കൂൾ. അങ്ങനെ ആ റോഡ് തന്നെ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെയായിട്ട് RL വായ്മൊഴി ഹോസ്പിറ്റൽ. ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഒരുപാട് തിരക്കൊന്നുമില്ലല്ലോ. പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഇതാ കണ്ടില്ലേ, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേ സമയം കഴിഞ്ഞു, അതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണുമെന്ന്. ഇവിടെയും ഒരു ചെറിയൊരു അമ്പലമാണ്. അത് ഈ ഇടയ്ക്ക് കെട്ടിയതേ ഉള്ളെന്ന് തോന്നുന്നു. അവിടെയും ക്ലീനിങ് ഒക്കെ നടക്കുവാണ്. പിന്നൊരു കാര്യം, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം എന്താ ഇതേപോലെ ആൾക്കാരുണ്ട്. ഇതേവരെ ആരും കുരച്ചിട്ടില്ല. എല്ലാവരും ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴാണ് കുരയ്ക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു വന്നു. എന്നിട്ടിതാ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. ഈ വഴി തിരിയുന്നത് അമ്പലം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോഴേ കാണുന്നില്ലല്ലോ.
എന്തായാലും അടുത്ത വഴിയായിരിക്കും, നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി നടക്കുമ്പോൾ പട്ടിയെ സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ തന്നെ നോക്കി ഒരു പട്ടി കുറച്ചതേ ഉള്ളൂ. അവരുടെ ആ പട്ടിയുടെ ഉടമസ്ഥൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെയും ഒരമ്മ കോലം വരച്ചുകൊണ്ട് നിൽക്കുവാണ്. യെസ്, അങ്ങനെ നമ്മൾ ആ ഒരു മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ശരിക്കും ഒരു പാലക്കാട് ഫീല് തോന്നുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ആയിട്ട് അഗ്രഹാര തെരുവും അങ്ങനെയൊക്കെ ആയിട്ടേ നല്ലൊരു ഫീലുണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാൻ, വെറുതെ പറയുമല്ല. അങ്ങനെ നമ്മൾ നടന്ന് മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. അവിടെ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പാട്ടെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഫീലുണ്ട്. ബാക്കിലായിട്ട് വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയൊരു വിൻഡ് മില്ല് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം, മുപ്പന്തൽ വിൻഡ് ഫാം ആണത്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു വലിയൊരു ബോൾ, പാറയുടെയാണ്, പാറ ഉരുട്ടാൻ പറ്റുമോ? വലിയൊരു ബോളാണ്. അങ്ങനെ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ ഒച്ചത്തിൽ പാട്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, എൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടേ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഈ പരിസരമൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ ഒരു കാറ്റാടി കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു പശു ഇവിടെ അമ്പലത്തിൽ നേർച്ച കൊടുത്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു വഴി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും കാണാം ആ ഒരു വലിയ മലനിര. നോക്കേ, അതുവഴിയും ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഈ അമ്പലവും ചുറ്റുപാടും എല്ലാം കാണാൻ നല്ലൊരു ഫീലുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം അമ്പലത്തിലേക്ക് കയറിയിട്ട് തിരിച്ച് ഇറങ്ങുന്ന ഓരോരോ വഴികളൊക്കെയാണ്. നമ്മളങ്ങനെ ആ ഒരു വഴിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് വേറൊരു വഴിയിലേക്ക് എത്തിയിരിക്കുവാണ്. ഇവിടെ ഒരു കുളമെല്ലാം കാണാം, അമ്പലക്കുളം. ഇവിടെ ആയിട്ടൊരു വാട്ടർ ടാങ്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒന്നല്ല, 2 വാട്ടർ ടാങ്കുണ്ട്. 1, 2. വെള്ളമെല്ലാം വറ്റി വരണ്ട് കിടക്കുവാണ്. നോക്കി, ഇവിടെ കുളത്തിൽ ക്രിക്കറ്റ് കളി. അമ്പലക്കുളത്തിൽ ക്രിക്കറ്റ് കളി വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇവിടെ പറ്റും, തമിഴ്നാട്ടിൽ പറ്റും. എന്തായാലും ആ കുളത്തിന് സൈഡിൽ കൂടെയുള്ള വഴി നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ആ മലയുടെ ശരിക്കുമുള്ളൊരു വ്യൂ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ആ വഴി കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോഴേ ഇവിടെ ആയിട്ട് ഒരു അമ്പലത്തിൽ കൊട്ടും മേളമെല്ലാം കേൾക്കുന്നുണ്ട്. എന്തൊക്കെ പൂജയോ പരിപാടിയൊക്കെ നടക്കുവാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ, കൊട്ടിൻ്റെ സൗണ്ടേ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോഴേ വഴി തീർന്നെന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ ഈ മല അടുത്ത് കാണാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് നടന്ന് വന്നത്. ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴൊരു വഴി കാണുന്നുണ്ട്. ഇവിടെ ദൂരെയായിട്ട് വലിയ മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മലനിരകൾ, വിൻഡ് ഫാം എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കേ, ഇവിടെ തീ ഇട്ടിരിക്കുവാണ് കേട്ടോ, ചവറിന്. അതുകൊണ്ട് ചെറിയൊരു തടസ്സമുണ്ട്, ക്ഷമിക്കുക. അങ്ങനെ ഞാൻ തിരികെ റോഡിലേക്ക് നടന്നു പോയപ്പോഴാണ് ആ ഒരു അമ്പലത്തിൻ്റെ ശരിക്കുമുള്ളൊരു വ്യൂ കുറച്ച് ദൂരെ നോക്കിയപ്പോഴും മനസ്സിലായത്. നോക്കേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് മാറി ബാക്കിലേക്ക് നിന്ന് നോക്കിയപ്പോൾ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിനടുത്തുനിന്ന് തിരികെ നടന്ന് റോഡിലേക്ക് പോവുകയാണ്. റോഡിലേക്ക് പോകുന്ന വഴിക്കിതാ ഇവിടെ ആയിട്ട് നോക്കേ, വലിയൊരു കാള, വലിയ കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന നോക്കേ. കുത്തു തരുമോ? കുത്തിയ പണിയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു തിണ്ണയിൽ 2 ആടുകൾ. അത് കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട് അതിങ്ങനെ കിടക്കുന്നത് കാണാൻ. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നു പോയ വഴിയല്ല തിരിച്ച് നടക്കുന്നത്, വേറൊരു വഴിയിലൂടെയാണ്.
വേറെ കാഴ്ചകളും കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത് എവിടെയായിട്ട് നോക്കേ, വേറൊരു അമ്പലം, അവിടെയും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ എല്ലാം കാളകളുടെ കൊമ്പ് കണ്ടില്ലേ, ഭയങ്കര വലിയ കൊമ്പാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ദൂരെയായിട്ട് ഒരാൾ ഇങ്ങോട്ട് നടന്നു വരിക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതിവിടെ ചുടുകട്ട വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ആറൽ വായ്മൊഴിയിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു നിർമ്മാണമാണ് ഇഷ്ടിക നിർമ്മാണം. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ഇഷ്ടിക കളങ്ങളുണ്ട്. ഇതാ ഞാനിങ്ങനെ തിരികെ നടന്നു വരുന്ന വഴി ഒരു ഇടവഴി കണ്ടു. ആ ഇടവഴിയിലേക്ക് നടന്നു പോയപ്പോൾ അവിടെ ആയിട്ടൊരു തടാകം കാണാം. നമുക്ക് ആ ഒരു വഴിയിലൂടെ നടന്നേ റോഡിലേക്ക് പോവാം. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, ചെറിയൊരു കൽവിളക്കെല്ലാമായിട്ട്. എന്തായാലും ഇതുവഴി വന്നത് കാര്യമായി. ഇതും കാണാൻ സാധിച്ചല്ലോ. അങ്ങനെ അതും കാണാൻ സാധിച്ചു. എല്ലായിടത്തും അമ്പലങ്ങളാണ്. ഈ വരുന്ന വഴി എല്ലാവേ എങ്ങോട്ട് തിരിഞ്ഞാലും അമ്പലങ്ങളാണ്. ഇതും ഒരു ചെറിയൊരു അമ്പലമാണ്. ചുമപ്പും വെള്ളയും പെയിൻറ്റിംഗ് ആണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇത് ചുമപ്പും മഞ്ഞയും. ഞാൻ പറഞ്ഞ തടാകം ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്താണ്. പക്ഷേ അവിടെയൊക്കെ കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുവാണ്, അങ്ങോട്ട് പോകണ്ട. എന്തായാലും അങ്ങോട്ടേക്ക് പോകാതെ തിരിച്ച് നടന്നപ്പോഴും നോക്കേ, ദൂരെയായിട്ട് ആ വലിയ മലനിരകൾക്ക് നടുക്കായിട്ട് ഒരു കാറ്റാടി അനങ്ങാതെ നിൽക്കുവാണ്. ആ ഒരു കാഴ്ച കാണാൻ ഒരു ഫീല് ഉണ്ടെന്ന് പറയണോ? കുറച്ച് നേരം കൊണ്ട് പറയുവാണല്ലോ അല്ലേ, ഫീലുണ്ടെന്ന്. പക്ഷേ കൊള്ളാം, അത് കാണാൻ കൊള്ളാം. അങ്ങനെ ഞാൻ ആ വഴിയിലൂടെ നടന്ന് വേറൊരു വഴിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ കാണുന്ന അമ്പലത്തിൻ്റെ റൈറ്റിലേക്കാണ് നമ്മൾ പോയത് നേരത്തെ. ഇപ്പോഴതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അമ്പലത്തിന് നേരെയും ഓപ്പോസിറ്റായിട്ട് നീളത്തിൽ വഴി കാണും. അതിന് രണ്ട് സൈഡിലായിട്ടും വീടുകളും. അതിന് കുറുകെ ഒന്നും വീട് വെക്കില്ല. അതിനൊരു ദർശനം പോലെയാണ്. ഇതാ കണ്ടില്ലേ, നേരെ റോഡ്, രണ്ട് സൈഡിലായിട്ടും വീടുകൾ. എന്തായാലും ആ ഒരു പാട്ടെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നടക്കാനൊരു രസമുണ്ട്. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്മ കോലം വരയ്ക്കുവാണ്. അങ്ങനെ നമ്മൾ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ പരിസരത്തെല്ലാം കറങ്ങി നടന്നിട്ട് ഇപ്പോഴും നമ്മൾ നേരത്തെ വന്ന ആർച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇനിയിപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറി നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് പോകാം. അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 13 രൂപയാണ്. ഇവിടെ ആയിട്ടൊരു ബോർഡ് കണ്ടില്ലേ, നെടുമങ്ങാട്. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് 86 കിലോമീറ്ററേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നിട്ടേ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഫോണടി. എന്തായാലും നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ ഒരു ബസ് വരുന്നുണ്ട്. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ്. ഇതിലേക്ക് കയറാം. അങ്ങനെ ഞാൻ ബസ് കയറി വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇപ്പം സമയം 6:15 6:20 നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പാസഞ്ചർ ട്രെയിനുണ്ട്. പക്ഷേ ആ ട്രെയിൻ കിട്ടില്ല. 6:20 ട്രെയിൻ. ഇപ്പം സമയം 6:15 5 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തില്ല. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു KSRTC ബസ് കയറി തിരുവനന്തപുരത്തേക്ക് പോകാം. അതാണ് എൻ്റെ പ്ലാൻ. എപ്പോഴും തിരുവനന്തപുരത്തേക്ക് ബസ്സുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ എന്തായാലും KSRTC ബസ്സിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ബസ് സ്റ്റാൻഡിനകത്തായിട്ട് ചിപ്സിൻ്റെ കടകളുണ്ട്. നാഗർകോവിൽ ചിപ്സ് ഒരു സ്പെഷ്യലാണ്. അപ്പോഴെന്തായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുവാണ്. 1 കിലോ 360 രൂപയാണ് വില. അപ്പോഴെന്തായാലും ഞാൻ 1/4 കിലോ ചിപ്സും 1/4 കിലോ മുറുക്കും വാങ്ങുവാണ്. മുറുക്ക് 1/4 കിലോ 70 രൂപയാണ്. ഇവിടേക്കായിട്ട് വേറെയും ഐറ്റംസൊക്കെ ഉണ്ട്. മൈസൂർ പാക്ക്, ജിലേബി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, അവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ചിപ്സിൽ ഒരു ടൈപ്പ് പൊടി. ഇതാണ് ഇതിൻ്റെ എസൻസ്. പെപ്പറും കായപ്പൊടിയുമാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അങ്ങനെ ചിപ്സും മുറുക്കും വാങ്ങിയിട്ടുണ്ട്. 1/4 കിലോ ചിപ്സ്, 1/4 കിലോ മുറുക്ക് 160 രൂപ. ഇതെവിടെയായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരം ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കയറാം.